അപ്പോൾ നിങ്ങളൊരു സിനിമ റിവ്യൂ കാണുന്നത് എന്തിനാണ്? അത് ചുമ്മാ എന്റർടൈൻമെന്റിന് അല്ലേ ബ്രോ, ഇതൊക്കെ ആരും സീരിയസ് ആയി എടുക്കുന്നു എന്നാണെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ദാറ്റ്സ് ഗുഡ്. ഇനി അതല്ല, ഈ സിനിമ റിവ്യൂ കണ്ടിട്ട് വേണം നിങ്ങൾക്കൊരു സിനിമ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദാറ്റ്സ് എ പത്തറ്റിക് സ്റ്റേറ്റ് ബ്രോ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ കണ്ണി കണ്ട സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്നാണോ നീ പറയുന്നതെന്ന്? അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾക്ക് ജെന്യുവിനായി ഒരു സെൽഫ് ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തവണ പുറത്തു പോകുമ്പോൾ ഒന്ന് പോയി കാണണമെന്ന് തോന്നിയൊരു സിനിമ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം കാണണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദാറ്റ്സ് വാട്ട് ഐ കോൾ പണയം വെച്ച ബുദ്ധി. ഇനി അടുത്തത്, നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ, ഇനി അതല്ല കണ്ടിട്ടില്ല പക്ഷേ ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഒരു പ്രത്യേക രീതിയിലായിരിക്കണം വരേണ്ടത് എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അതിന് ഓപ്പോസിറ്റായി ഒരാൾ യൂട്യൂബിൽ വന്ന് റിവ്യൂ പറയുമ്പോൾ മവനെ അവിടെ പി ആർ എന്ന് വന്ന് പറഞ്ഞ് കരയരുത്. ഇവിടെ ഓൺലൈനിൽ വീഡിയോ രൂപത്തിൽ വന്ന അഭിപ്രായം പറയുന്നവരെല്ലാം കാശ് വാങ്ങിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നത് വെറും തോന്നലാണ്. മെനക്കെട്ടാ നിനക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇതിനൊന്നും ആരും വന്ന് കാശ് തരില്ല എന്ന്. ഇനി അവസാനത്തെ കാര്യം, സിനിമയ്ക്ക് പുറത്തുള്ള ഒരു കാര്യവുമായി ഒരു സിനിമയെ കൂട്ടിക്കുഴയ്ക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓക്കെ, അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റിന് മുൻപും ശേഷവും ഇതേപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള വേറെയും ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതിലിപ്പോൾ അഭിനയിക്കുന്നവരും സാഹചര്യവശാൽ അഭിനയിക്കാത്തവരും ഉണ്ട്. അപ്പൊ അവരഭിനയിച്ച പഴയ സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പുതിയ സിനിമകൾ കാണുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു സമീപനം വരേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത് കൂട്ടത്തിൽ ഒരു വലിയ മരം മുറിച്ച് താഴേക്കിടുമ്പോൾ അത് താഴേക്ക് നിലം പൊത്തുന്നത് വരെയുള്ള കാഴ്ച നമ്മളിങ്ങനെ നോക്കി നിൽക്കില്ലേ, അത് മാത്രമായി പോകും ഇത്.